ചെറിയ ഓഫീസുകൾക്ക് പറ്റിയ ഒരു നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് നാസ് സ്റ്റോറേജിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. QNAP എന്ന് പറയുന്ന കമ്പനിയുടെ TS216G എന്നുള്ള നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് നാസ് സ്റ്റോറേജ് ആണിത്. ഇതിൽ പ്രോസസ്സർ ARM Cortex A55 ക്വാഡ് കോർ 2 GHz പ്രോസസ്സറാണുള്ളത്. അതുപോലെ നമുക്ക് രണ്ട് 3.5 ഇഞ്ച് SATA 6 ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 2.5 ഇഞ്ചിൻ്റെ SATA 6 SSD കണക്ട് ചെയ്യാം. അതുപോലെ രണ്ട് ലാൻ പോർട്ട് ഉണ്ട് പിന്നിൽ. അത് 1x2.5 Gbps ഒരു പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 1 GB ഒരു പോർട്ടും കൂടെ ഉണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ട്. നമുക്ക് തുറന്നു നോക്കാം. എല്ലാ അഡാപ്റ്ററും അതുപോലെ നെറ്റ്വർക്ക് കേബിളും ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള കീസും ഇതിൽ അവൈലബിൾ ആണ്. ഇതാണ് ഈ നാസ് ബോക്സ്. നമുക്ക് 2 ബേ ആണ് വരുന്നത്. 2 ബേ സിസ്റ്റമാണ് ഇതിൽ. ഫ്രണ്ടിൽ പവർ സ്വിച്ച് ഉണ്ട്, അതുപോലെ കോപ്പി ബട്ടൺ ഉണ്ട്, ഒരു USB പോർട്ട് ഉണ്ട്. പിൻഭാഗത്ത് വരുന്നത് ഒരു 2.5 Gbps പോർട്ട് ഉണ്ട്, അതുപോലെ ഒരു 1 Gbps പോർട്ട് ഉണ്ട്. 2 USB 2.0 പോർട്ട്സും ഉണ്ട്. ഇത് പവർ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്യും. ഈ നാസ് ബോക്സിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കാം. ഒരു നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ Cat 6 കേബിൾ വഴി നമ്മളുടെ നെറ്റ്വർക്കിൽ കോമൺ ആയിട്ട് ഈ ഒരു സ്റ്റോറേജ് അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറിൽ, നെറ്റ്വർക്കിലുള്ള എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഇതൊരു നെറ്റ്വർക്ക് സ്റ്റോറേജ് ആയിട്ട്, അവരുടെ ഒരു എക്സ്ട്രാ ഡ്രൈവായിട്ട് ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ, കോമൺ ആയിട്ടുള്ള ഡാറ്റ മുഴുവൻ ഈ ഒരു സ്റ്റോറേജിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് ഡാറ്റ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം ഈ സെൻട്രലൈസ് ചെയ്തിട്ട് നമുക്കൊരു സ്ഥലത്ത് സ്റ്റോറേജ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോറേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡാറ്റയുടെ മേലെ നമുക്ക് സെക്യൂരിറ്റി കൂടുതലുണ്ടാവും. അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ എളുപ്പമാവും. ഇത് കോപ്പി ബട്ടണാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെൻ ഡ്രൈവ് പോലുള്ള ഡിവൈസുകൾ ഈ പർട്ടിക്കുലർ ഈ ഒരു USB 3 പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഈ പെൻ ഡ്രൈവിലുള്ള ഡാറ്റ അതിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസിൽ നമുക്ക് മാക്സിമം 40 TB വരെ നമുക്ക് സ്റ്റോറേജ് എടുക്കാം. എങ്ങനെയാണെങ്കിൽ 2 ബേ ആണ് ഇതിലുള്ളത്. 2 ബേയിലും നമുക്ക് ഓരോ 22 TB വരെ ഉള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ 40 TB വരെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് സെക്യൂരിറ്റി ഇതിൽ കൊണ്ടുവരണമെങ്കിൽ, ഡാറ്റ സെക്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് RAID 1 എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ RAID 1 എന്ന് പറഞ്ഞാൽ മിററിംഗ് ആണ്. അതായത് ഒരു ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ മറ്റേ ഹാർഡ് ഡിസ്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള RAID 1 നമ്മളിത് 22 TB ഇട്ടിട്ട് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 19.8 ഒക്കെ സ്റ്റോറേജ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലും നമുക്ക് മറ്റേ ഹാർഡ് ഡിസ്കിൽ ഡാറ്റ വളരെ സെക്യൂർഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ 22 TB വരെയുള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് ഉപയോഗിക്കാം. ഫ്രം 1 TB to 22 TB നമുക്ക് പല ഹാർഡ് ഡിസ്ക് റേഞ്ചുകൾ അവൈലബിൾ ആണ്. നമുക്ക് റിക്വയർമെൻറ്റിനനുസരിച്ച് ഉള്ള ഹാർഡ് ഡിസ്കുകൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റാണ് തരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിലെ കോമൺ ആയിട്ടുള്ള ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ, സെക്യൂറായിട്ട് നമ്മളുടെ വർക്ക് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഇടമായിട്ട് ഈ ഒരു സ്റ്റോറേജിനെ കാണാം. അതുപോലെ തന്നെ ഈ സെൻട്രലൈസ് ചെയ്തിട്ട് സ്റ്റോറേജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡാറ്റ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. സ്നാപ്ഷോട്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഫയൽ ഡിലീറ്റ് ചെയ്താലോ, അതുപോലെ തന്നെ റാൻസം വെയർ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഫയൽസ് റിട്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ PC നിന്നും ലാപ്ടോപ്പിൽ നിന്നും സെർവേഴ്സിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എവറി ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം 2 സമയമൊക്കെ അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഡാറ്റ നമുക്ക് ഇൻക്രിമെൻ്റലായിട്ടോ ഡിഫറൻഷ്യലായിട്ടോ ഒക്കെ
ബാക്കപ്പ് എടുക്കാനായിട്ട് പറ്റും. ഓവർ ദ വെബ് ത്രൂ QNAP ക്ലൗഡ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഓഫീസിലുള്ള ഫുൾ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഈ QNAPൻ്റെ 2 bay ഉള്ള ഈ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഇതുപോലുള്ള നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നതാണ്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ലൈക്ക് ചെയ്യാനും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.